കരയാമകളെയും കടലാമകളെയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരേ ജീവികളായിട്ടാണ് പൊതുവിൽ നാം കണക്കാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവ രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. കടലാമകൾക്ക് 4 ഫ്ലിപ്പുകളാണ് കാലിന് പകരം ഉള്ളത്. മുൻവശത്തെ തുഴകൾ പുറകുവശത്തെ തുഴകളെക്കാളും നീളം കൂടുതലാണ്. നീന്താനും മുങ്ങാനും ഇര കണ്ടെത്താനുമൊക്കെ ഈ മുൻവശത്തെ തുഴകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയാറുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, ആമ തന്റെ കൂട്ടിനകത്ത് ഒളിച്ചതുപോലെയെന്ന്. അത് കടലാമകൾക്ക് ഒട്ടും സാധ്യമല്ല. അവയ്ക്ക് കൂടിനകത്തേക്ക് തലയും ഈ തുഴകളും വലിച്ചൊളിപ്പിക്കുക സാധ്യമല്ല. കരയാമകളുടെ കാര്യം നേരെ വ്യത്യസ്തമാണ്. 4 കാലുകളുമുണ്ട്, കാലുകൾക്ക് നഖങ്ങളുമുണ്ട്. കൂടുതൽ കാലം കരയിൽ നടക്കേണ്ടതിനാലാണ് ഈ ഘടന. മാത്രമല്ല, നമ്മൾ ചൊല്ലുകളിൽ പറയുന്നത് പോലെ തലയും കാലുകളും കൂട്ടിനകത്തേക്ക് ഷെല്ലിനകത്തേക്ക് വലിച്ചെടുക്കാൻ ഇവയ്ക്കാവും. കരയാമകൾ ചതുപ്പ് നിലങ്ങളിലേക്ക് പ്രവേശിക്കുമെങ്കിലും മുങ്ങലും നീന്തലുമൊക്കെ ഇവയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, കടലാമകളെ പോലെ വെള്ളത്തിനടിയിൽ ദീർഘനേരം ശ്വാസം പിടിച്ചിരിക്കാനുള്ള കഴിവും ഇവയ്ക്കില്ല. 2 ആമകളുടെയും ഭക്ഷണക്രമവും വളരെ വ്യത്യസ്തമാണ്. കടലാമകൾ പ്രായപൂർത്തിയാകുന്നതോടുകൂടി പൂർണ്ണമായും സസ്യബുക്കാകും. ചില കടലാമകൾ ജെല്ലി ഫിഷ് മാത്രമേ കഴിക്കൂ. പക്ഷേ കരയിലെ ആമകൾ സർവ്വബുക്കാണ് അഥവാ മിശ്രബുക്കാണ്. സസ്യങ്ങളെയും കുഞ്ഞു കുഞ്ഞു ജീവികളെയും പ്രാണികളെയും ഒക്കെ കഴിക്കും. 2 വ്യത്യസ്ത സ്പീഷീസുകളായിരിക്കുന്ന ഇവ രണ്ടിനെയും ചേർത്തായിരിക്കണം ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് എന്ന പറച്ചിലുണ്ടായത്.